കഴിഞ്ഞ 13 വർഷമായി കുന്നുംപുറം അക്കാദമിയിൽ സോഫ്റ്റ് ബോൾ പരിശീലിക്കുന്നുണ്ട് മുഹമ്മദ് യാസിറും സൂരജും. അഖിലേന്ത്യാ അന്തർ സർവകലാശാല ടൂർണമെന്റുകളിലെ മികവ് ഇന്ത്യൻ ടീമിലേക്ക് വഴിയൊരുക്കി. ബാങ്കോക്കിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിക്കാനാണ് അവസരം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ദേശീയ സോഫ്റ്റ് ബോൾ ഫെഡറേഷനിൽ ഒരു താരം 1.5 ലക്ഷം രൂപയോളം അടച്ചാൽ മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കൂ. ഞങ്ങൾ രണ്ടാളും ഒരു നാട്ടിൽ നിന്നാണ്, ഒരു കോളേജിൽ നിന്നാണ്. അതിനെക്കൊണ്ട് തന്നെ അത്യാവശ്യം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരേ ഏരിയയിൽ നിന്ന് പൈസ കളക്ട് ചെയ്യേണ്ടതുള്ളതിനെ കൊണ്ട് ഭയങ്കര വലിയ എമൗണ്ട് വരുന്നുണ്ട്. അത് സ്വന്തം നിലയ്ക്ക് തുക കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ തന്നെ സ്പോർട്സ് കൗൺസിലിനെ സമീപിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. ഞങ്ങളൊപ്പം കളിക്കുന്ന മറ്റു താരങ്ങൾ അവരായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ അവരെ സ്പോൺസർഷിപ്പ് കാര്യങ്ങളൊക്കെ അവരെ ഗവൺമെൻറ്റും അവിടുത്തെ അസോസിയേഷനും അവരൊക്കെ എടുത്തെന്നാണ് പറഞ്ഞത്. നമ്മൾ മാത്രമാണ് ഈ ഫണ്ട് കിട്ടാതെ സ്വന്തം കയ്യിൽ നിന്ന് ഫണ്ട് എടുത്തു പോകേണ്ട അവസ്ഥ വരുന്നത്. പണമടയ്ക്കാനുള്ള അവസാന തീയതി പിന്നിട്ടു. 3 ദിവസം കൂടി സാവകാശം തേടിയിരിക്കുകയാണ് താരങ്ങൾ. കായിക മന്ത്രിക്ക് ഉൾപ്പെടെ കത്ത് നൽകി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് താരങ്ങളും കുടുംബവും ഒരു നാടുമെല്ലാം. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ സ്പോർട്സ് കൗൺസിലും അതുപോലെ തന്നെ അതിന് താഴെ നിന്ന് പോകുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ കുറച്ച് പൈസ കൊടുത്ത് പോകേണ്ട ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സർക്കാരിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ പോകേണ്ടി വരുന്നത്. അപ്പോൾ ഇവരെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ആരെങ്കിലും മുന്നോട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവർ കാത്തു നിൽക്കുന്നത്. മുംബൈയിൽ പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കാൻ സൂരജും യാസിറും യാത്ര തിരിച്ചു. 3 ദിവസത്തിനുള്ളിൽ പണമടച്ചില്ലെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അധികൃതരോ കായിക പ്രേമികളോ കനിയണം. നാളെയുടെ പ്രതീക്ഷകളാണ്. വഴിമുടക്കിയായി പ്രതിസന്ധികളുണ്ട്. അതിനെയും മറികടന്നാണ് മുന്നേറ്റം. ഇനിയും അത് തുടരണം. അതിനായി കാണേണ്ടവർ തന്നെ അത് കാണണം. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.